بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى ബന്ധപ്പെട്ട മുഴുവൻ വിശ്വാസികളെയും അവന്റെ ഉത്തമരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിരവധി ആളുകൾ വിവിധ ഉദ്ദേശപൂർത്തീകരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഹിഫ്ളും സലാമത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പുതിയ ഒരു ഹിജ്റ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മുടെ ഖാദിമാർ ഇന്ന് മുഹറം 1 സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ നാളെയാണ് നമുക്ക് മുഹറം 1 വരുന്നത്. ഏതായിരുന്നാലും പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 1447 ഹിജ്റ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുടെ 1500-ാം വാർഷികമാണ്. 1500-ാമത് നബിദിനം ആഘോഷിക്കുന്ന ഒരു ഹിജ്റ വർഷത്തിലേക്ക് കൂടിയാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു വളരെ നല്ല രീതിയിൽ മുൻ വർഷങ്ങളെക്കാൾ ഉപരി നമ്മുടെ ഈ വർഷത്തെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷ കലണ്ടറിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കേണ്ടവരാണ്. നമ്മുടെ ഇബാദത്തുകളിൽ ധാരാളം ഇടങ്ങളിൽ ഹിജ്റ വർഷ കലണ്ടർ നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ സക്കാത്തിന്റെ വിതരണം നടത്തേണ്ടത് എങ്കിൽ ആ വർഷം തീരുമാനിക്കുന്നത് അത് ഹിജ്റ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 365 ദിവസമാണ് ഒരു കൊല്ലവർഷമെങ്കിൽ 354 ദിവസമാണ് ഒരു ഹിജ്റ വർഷം. ഏതാണ്ട് കഴിഞ്ഞ കൊല്ലവർഷത്തേക്കാൾ 11 ദിവസം കുറവായിരിക്കും. കഴിഞ്ഞ മുഹറം 1-നേക്കാൾ 11 ദിവസം നമ്മുടെ സൗര കലണ്ടർ പ്രകാരം പിറകിലാണ് നമ്മുടെ പുതിയ ഹിജ്റ വർഷ പിറവി ഉണ്ടാവുക. അതടിസ്ഥാനത്തിൽ നമ്മുടെ ഇബാദത്തുകളിൽ ഈ കാലഗണന തീരുമാനിക്കപ്പെടുന്ന ഇബാദത്തുകളിലൊക്കെ ഇത് വളരെ പ്രധാനമാണ്. ഇദ്ദയിൽ നിശ്ചയിക്കപ്പെടുന്ന 4 മാസവും 10 ദിവസവും അതുപോലെയുള്ള കാലഗണനകൾ എവിടെയൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഹിജ്റ കലണ്ടറിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സക്കാത്തിന്റെ കാര്യത്തിൽ ഹിജ്റ കലണ്ടറിനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ 32 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരു വർഷമായിരിക്കും. ഒരാൾ ഏതാണ്ട് 32-ഓ 33-ഓ വയസ്സ് നമ്മൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഹിജ്റ വർഷ പ്രകാരം അവർക്ക് ഒരു വയസ്സ് കൂടി കൂടുതലായിട്ടുണ്ടാകും. അത് 70-ലേക്ക് 65-ലേക്കും 68-ലേക്കും ഒക്കെ എത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് 2 വർഷം പൂർത്തി കൂടുതലായിട്ടുണ്ടാകും. നമ്മൾ 70-ലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പൊ ഹിജ്റ വർഷ കലണ്ടർ നമുക്ക് എപ്പോഴും നമ്മുടെ ധാരണയിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ചലനങ്ങളിലും ഉണ്ടാകണം. എല്ലാ മാസത്തിലെയുമുള്ള വിശുദ്ധ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് സുന്നത്താക്കപ്പെടുന്നത് ഈ ഹിജ്റ വർഷ കലണ്ടറിനെ ആസ്പദമാക്കി കൂടിയാണ്. അപ്പൊ നമ്മുടെ ഭൗതികമായ വ്യവഹാരങ്ങൾക്ക് നമ്മൾ സൗര കലണ്ടറിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ മതപരമായ ആത്മീയ വ്യവഹാരങ്ങൾക്ക് ഹിജ്റ കലണ്ടറിനെ ആശ്രയിക്കൽ നമുക്ക് ബാധ്യതയായതിനാൽ അതിന്റെ കൂടെയുള്ള ഒരു യാത്ര നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനേക്കാൾ അപ്പുറത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വയം പര്യാപ്തതയുടെ ധാരാളം അടയാളങ്ങൾ ഉണ്ടാകുന്നത്. ഒരു രാഷ്ട്ര സംവിധാനം എന്ന നിലക്ക്, ഒരു അധികാര കേന്ദ്രം എന്ന നിലക്ക് സ്വയം പര്യാപ്തത നമുക്ക് അത്യാവശ്യമായിരിക്കും. എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെയാണ്. സ്വന്തമായ കറൻസികൾ, സ്വന്തമായ തപാൽ സംവിധാനങ്ങൾ, സ്വന്തമായ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ,
മറ്റൊരു രാജ്യത്തിന്റെ ഏതെങ്കിലും വിഹിതങ്ങൾ ഉപയോഗപ്പെടുത്തു എന്ന് വന്നാൽ അതൊരു ന്യൂനതയായിട്ടാണ് പുതിയ കാലത്ത് ഗണിക്കപ്പെടുക. പണ്ടും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വയം പര്യാപ്തതക്കും അതുപോലെ തന്നെ നമ്മുടെ മതപരമായ ചടങ്ങുകളുടെ നിർവഹണത്തിനുമൊക്കെ നമുക്കൊരു കലണ്ടർ സിസ്റ്റം ആവശ്യമായിരുന്നു. അത് വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഏതു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹിജറ വർഷം നമ്മൾ ആരംഭിക്കേണ്ടത്, ആ കലണ്ടർ ആരംഭിക്കേണ്ടത് ഏതാണ് എന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകളുണ്ട്. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന മുഹറം, സഫർ എന്ന അറബി മാസങ്ങൾ നേരത്തെ ഉള്ളതാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടല്ലോ. ഖുർആനിൽ തന്നെ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടല്ലോ. അറബികൾക്ക് അത് പരിചയവുമാണല്ലോ. പക്ഷെ ഒരു കലണ്ടർ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒന്നാമത്തെ വർഷമായി കണക്കുകൂട്ടി 1447 എന്ന് പറയുമ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിനെ ഹിജറ വർഷ കലണ്ടറായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സമയമാണ്. എന്തുകൊണ്ടാണ്, ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കലണ്ടർ തീരുമാനിക്കേണ്ടത് എന്ന ഒരു ആലോചനയുണ്ടായി. ആ ആലോചനയിൽ അവസാനം വിവിധ അഭിപ്രായങ്ങൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനം ഹിജ്റയെ അടിസ്ഥാനമാക്കണം എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് കാരണമായി പറഞ്ഞത് ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിക്കപ്പെട്ട ദൗർബല്യങ്ങളുടെയും കഷ്ടപ്പാടുകൾക്ക് ശേഷവും മുസ്ലിം സമൂഹത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ അതിനിർണായകമായ ഒരു ഘട്ടം വന്ന സമയമായിരുന്നു ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 വർഷക്കാലം മദീനയിൽ ചെലവഴിച്ചതിന് ശേഷമുള്ള മക്കയിൽ ചെലവഴിച്ചതിന് ശേഷമുള്ള അവസാനത്തെ 10 കൊല്ലമാണ് മദീനയിലെ ഹിജ്റ എന്ന മദീനയിലെ ജീവിതം എന്ന് പറയുന്നത്. ആ 10 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള യാത്രയെ പരിശുദ്ധ ഇസ്ലാമിന്റെ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു കലണ്ടറിന്റെ അടിസ്ഥാനമാക്കി സ്വീകരിച്ചു എന്നതിന്റെ പിന്നിൽ നമുക്കനേകം പാഠങ്ങളുണ്ട്. ഹിജ്റ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ ലോക ചരിത്രത്തിലെ തന്നെ അതിർനിർണായകമായ ഒരു ഘട്ടമായിരുന്നു. മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിപ്പെടുന്നു. അത് കേവലം നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള കുടിയേറ്റമായിരുന്നില്ല. അത് കേവലം ഒരു പലായനമായിരുന്നില്ല. ഹിജ്റ എന്ന വാക്കിന് ആധുനിക സാമൂഹ്യ ശാസ്ത്ര ഭാഷയിൽ ഒരുപക്ഷെ കുടിയേറ്റം എന്ന വാക്ക് നൽകപ്പെട്ടേക്കാം, അർത്ഥം നൽകപ്പെട്ടേക്കാം. പക്ഷെ ഹിജ്റ അങ്ങനെയായിരുന്നില്ല. ഹിജ്റ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ഒരു ഇബാദത്തായിരുന്നു. അത് കേവലം ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. അത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള തീരുമാനമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ കേവലം ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയാണെങ്കിൽ നോക്കൂ, ഹിജ്റയെ ഇന്ന് പലപ്പോഴും വായിക്കപ്പെടുന്നത് ഒരു സാമൂഹിക ശാസ്ത്രത്തിന്റെ പരിപ്രേക്ഷ്യത്തിലാണ്, രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് മാത്രമാണ്. അതിനപ്പുറത്ത് അവിടെ ഒരു ആത്മീയമായ വായന ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു രാജ്യ നിർമ്മാണത്തിന്റെ താല്പര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 13 കൊല്ലം മക്കയിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് തങ്ങേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നേരത്തെ മദീനയിലേക്ക് തന്നെ പോരാമായിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് അല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുരക്ഷിതമായ ഇടമാണ് മദീന എന്ന അർത്ഥത്തിൽ മദീനയിൽ തന്നെ നേരത്തെ ഇറക്കി കൊടുത്താൽ അവിടുത്തെ 63 കൊല്ലവും മദീനയിൽ ലഭിക്കുമായിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് 53 കൊല്ലം മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താമസിപ്പിച്ചത്? നബി തങ്ങളോട് എത്ര തവണ വന്നിട്ട് സ്വഹാബികളുടെ തീരുമാനമാണ് ഹിജ്റ എങ്കിൽ, അല്ലെങ്കിൽ നബി തങ്ങളുടെ ഇഷ്ടമായിരുന്നു ഹിജ്റ എങ്കിൽ നബി തങ്ങൾക്ക് നേരത്തെ ആകാമായിരുന്നു. എത്ര തവണ വന്നുകൊണ്ട് സ്വഹാബികൾ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സുരക്ഷ വേണ്ടേ നമുക്ക്? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്? അവർ എല്ലാ അർത്ഥത്തിലും സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെക്കാൾ ക്ഷീണമുള്ള ക്ലേശമുള്ള ജീവിതം അവർക്ക് നയിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പോയിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനം വന്ന ഘട്ടത്തിൽ മാത്രമാണ്. എന്താണ് 53 കൊല്ലം മക്കയെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ലോക ചരിത്രത്തിൽ തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മക്കയെ കുറിച്ച് പറഞ്ഞത് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. രണ്ട് കാര്യങ്ങളാണ്. പട്ടിണിയിൽ നിന്ന് നിങ്ങളെ റബ്ബ് രക്ഷപ്പെടുത്തി, സമ്പൂർണമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകി. അങ്ങനെയുള്ള ഒരു മണ്ണായിരുന്നു മക്ക. മക്കയുടെ പ്രത്യേകത എന്താ? ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. അതിനേക്കാൾ വലിയൊരു സുരക്ഷിതത്വം വേറെയില്ല. മക്കക്കാർ അവരുടെ ശൈത്യകാലത്ത് അവർ യമനിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാറുണ്ട്. അവരുടെ ചൂടുകാലത്ത് അവർ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാറുണ്ട്. അന്നത്തെ യാത്രകൾ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളാണ്. നാട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പോയ ആളുകൾ പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്താറില്ല, അപകടങ്ങളെ തുടർന്നുകൊണ്ട്. ലോകത്തെല്ലാ പ്രദേശങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ മക്കക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഖുറൈശികളുടെ യാത്രാ സംഘങ്ങൾ ആക്രമിക്കപ്പെടില്ല.
ഖുറൈശികൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടിരുന്നു. ഖുറൈശികൾ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അവരൊരു ഖുറൈശികൾ തന്നെയായിരുന്നു. അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു. അവരുടെ യാത്രാ സംഘങ്ങൾ സുരക്ഷിതരായിരുന്നു. അവർക്ക് അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രിവിലേജഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു മക്കയിലെ ഖുറൈശികൾ. ആ ഖുറൈശികൾക്കിടയിൽ വന്നാൽ മാത്രമല്ലേ സമൂഹത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, എല്ലാവരും അറിയപ്പെടുന്ന മറ്റു ലോകരാജ്യങ്ങളിലേക്ക് അതിന്റെ സന്ദേശങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയതിനു ശേഷം അവിടുന്ന് കച്ചവടത്തിന് വേണ്ടി പോകുന്ന ഖുറൈശികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കച്ചവട സംഘങ്ങളോട് ഖുറൈശികൾ പറഞ്ഞ വിവരം കേട്ടുകൊണ്ടാണ് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിമാകാൻ വേണ്ടി മക്കയിലേക്ക് വന്നിരുന്നത്. മക്കയിൽ നിയോഗിക്കപ്പെടുന്ന അറബ് ദേശത്ത് അന്ന് മിഡിൽ ഈസ്റ്റിൽ അന്ന് ഒരു കേന്ദ്രമായി അംഗീകരിക്കപ്പെടാവുന്ന ഒരു ഇടം മക്കയായിരുന്നു. ആ മക്കത്ത് ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 13 കൊല്ലത്തെ ദഅവത്ത്, നുബുവത്ത് കിട്ടി 53 വയസ്സ് വരെയുള്ള 13 കൊല്ലത്തെ ദഅവത്ത്, ആ ദഅവത്തിനിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ, പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കിടയിൽ, പ്രധാന വിഭാഗങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ സന്ദേശമെത്തി. അതിനപ്പുറത്തേക്ക് മക്കയിൽ നിന്നു തന്നെ ആ ശക്തരായ, എല്ലാം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തീരുമാനം കൊണ്ടും ശക്തരായ ഒരു സമൂഹത്തെ മക്കയിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വേണമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ വേണമായിരുന്നു. കാരണം ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കപ്പെട്ടത് ആരിലൂടെയാണ്? ഈ ഖുറൈശി സ്വഹാബികളിലൂടെയാണ്. മക്കയിലല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ആ ഒരു തീരുമാനം നടപ്പാക്കപ്പെടാത്ത സ്ഥിതി ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന്, ആ ഹിജറ വന്നതിന് ശേഷം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള ഭരണം മുഴുവൻ നടത്തിയതാരാണ്? മക്കയിലെ ഖുറൈശികളാണ്. അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു, ജനിതകമായ ഒരു ശേഷി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സമൂഹത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായിരുന്നു. ദുർബലമായ സമ്പത്ത് മാത്രം പോരല്ലോ, സൗകര്യങ്ങൾ മാത്രം പോരല്ലോ, അധികാരത്തിന് ഒരു ജനിതകമായ ഒരു ശേഷി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഖുറൈശികൾക്കിടയിൽ നേതാക്കൾ വേണമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു നേതൃത്വത്തെ അവിടുന്ന് ഉണ്ടാക്കി. ആ 13 കൊല്ലം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. ആരാണ് സഹിക്കുന്നത്? ഏറ്റവും വലിയ പ്രിവിലേജിൽ ജീവിച്ച, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസിൽ ജീവിച്ച മനുഷ്യർക്ക് എല്ലാ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നു അല്ലാഹുവിന് വേണ്ടി. മദീനയിൽ നിയമനിർമ്മാണങ്ങൾ എളുപ്പമായിരുന്നു, കാരണം അവിടെ കൂടുതലുള്ളത് അഹ്ലി കിതാബാണ്. പക്ഷെ മക്കയിൽ അത് പോരായിരുന്നു. മക്കയിൽ സമൂലമായ സമുദ്ധാരണമായിരുന്നു വേണ്ടത്. അവിടെ സാംസ്കാരികമായി അവർ അധപതനത്തിലാണ്. അവരുടെ സ്വഭാവശീലങ്ങൾ വളരെ മോശമാണ്. പക്ഷേ അധികാരവും കരുത്തും അവരുടെ കയ്യിലാണ്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് 13 കൊല്ലം നിയമങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളിലെ ഏറ്റവും കരുത്തുള്ള, എണ്ണം കൊണ്ട് കുറവാണെങ്കിലും കരുത്തുകൊണ്ട് മൂർച്ചയുള്ള നിയമങ്ങൾ ആന്തരിക നിയമങ്ങളാണ്. ഈമാൻ, തഖ്വ, ഇഖ്ലാസ് പോലെയുള്ള നിയമങ്ങളാണ്. 13 കൊല്ലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് എന്താണ്? ഈ ഇഖ്ലാസിന്റെ നിർമ്മിതിയാണ്, ഈ നിയ്യത്തിന്റെ നിർമ്മിതിയാണ്, ഈ ഈമാനിന്റെ നിർമ്മിതിയാണ്. അത് നിർമ്മിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ്, ആ ഈമാൻ കൊണ്ട് ഉഴുതുമറിക്കപ്പെട്ട ഭൂമിയിലേക്ക് മാത്രമാണ് നിയമനിർമ്മാണങ്ങളുടെ വിത്തിറക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മദീനയിലെ 10 കൊല്ലത്തിനിടയിൽ വളരെ മനോഹരമായി കച്ചവടത്തിന്റെ വ്യവഹാര നിയമങ്ങൾ, യുദ്ധ നിയമങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ, രാഷ്ട്ര സാമൂഹിക നിയമങ്ങൾ, ഇതൊക്കെ പിന്നെ 10 കൊല്ലം മദീനയിൽ വെച്ച് നടപ്പിലാക്കാൻ സാധ്യമായത് ഈ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീന, ആ മദീനയിലെ 10 കൊല്ലവും മക്കയുമായി കണക്റ്റഡ് ആണ്. മദീനയിലെ 10 കൊല്ലവും മക്കയുമായി ബന്ധപ്പെട്ടതാണ്. മദീനയിലെ 10 കൊല്ലങ്ങൾക്കിടയിലാണ് ഖുറൈശികളുമായി യുദ്ധം നടന്നത്. ആ ഖുറൈശികളുമായുള്ള യുദ്ധത്തിലെ മുസ്ലിമീങ്ങളുടെ വിജയമാണ് ലോകരാജ്യങ്ങൾ മുസ്ലിങ്ങളെ ശ്രദ്ധിക്കാൻ കാരണമായത്. ലോകത്തെ ഏതെങ്കിലും ദുർബല ജനവിഭാഗത്തെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ആ ശ്രദ്ധ കിട്ടുമായിരുന്നില്ല. ഖുറൈശികളെ തോൽപ്പിച്ച സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങൾക്ക്, നിബിധങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായി. അവിടുത്തെ വിടത്തുകൾക്ക് മൂല്യമേറി. മാത്രമല്ല ഈ 10 കൊല്ലത്തിനിടയിലല്ലേ ഹുദൈബിയ സന്ധി ഉണ്ടായത്, മക്ക വിജയം ഉണ്ടായത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? മക്കയിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ വന്നവർ ഈ നിയമം സ്വീകരിച്ച് അവർ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന എക്കാലത്തും നിലനിൽക്കുന്ന ദഅവത്തിന്റെ മെസ്സേജ് കൊടുത്തത് എവിടെന്നാ? മക്കയിൽ നിന്നുകൊണ്ടാണ്.
അതുകൊണ്ട് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കഷ്ടപ്പെടുത്തി പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ ബോധോദയം ഉണ്ടായി മദീനയിലേക്ക് പറഞ്ഞയച്ചത് എന്ന വിമർശന ബുദ്ധികൾ ഉന്നയിക്കുന്ന ആളുകൾ അവർ കേവലം ഇത്തരം ചരിത്ര വായനകളെ ഏതെങ്കിലും രാഷ്ട്രീയവും സാമൂഹികവുമായ താല്പര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രം വായിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം അതിനെ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി കാണുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ അധികാരം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾ സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് കരുതപ്പെടുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. രാഷ്ട്രീയാധികാരം മുസ്ലിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന തീരുമാനവുമുണ്ട്. പക്ഷേ മതരാഷ്ട്രത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന ഒരു തെറ്റായ നരേഷൻ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ പലപ്പോഴും ഇത്തരം തെറ്റായ വായനകൾ കാരണമായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് രാഷ്ട്ര പൂർത്തീകരണം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദീനിന്റെ പൂർത്തീകരണം എന്നാ പറഞ്ഞത്. ദീനിന്റെ പൂർത്തീകരണമാണ്. ഹിജറ കൊണ്ട് സാധ്യമായത് ദീനിന്റെ പൂർത്തീകരണമാണ്. ആ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ഒരു യാത്രയായിരുന്നു ഹിജറ. അതൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള വിധേയത്വമാണ്, സമ്പൂർണമായ വിധേയത്വം. ഈ സമ്പൂർണമായ വിധേയത്വമാണ് ഇസ്ലാം. ഹിജറ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു ഹിജറ കഴിഞ്ഞുപോയെങ്കിലും അന്ത്യനാട് വരെ നിലനിൽക്കുന്ന ഒരു ഹിജറയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹിജറത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ഒരു ഹിജറയുണ്ട്. ഏതാണ് ആ ഹിജറ? ആ ഹിജറ തിന്മകളിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്തമമായ മൂല്യങ്ങളിലേക്കുള്ള മടക്കമാണ്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഹിജറ എന്ന ഈ ഇബാദത്തിന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആടിനെ മേറ്റാൻ ദമ്മാജിലേക്കൊക്കെ ഹിജറ പോയ ആളുകളില്ലേ? ആ ആളുകൾ മുസ്ലിങ്ങൾക്ക് വരുത്തി വെച്ച വിനകൾ എത്ര അപകടകരമാണ്. എന്തുകൊണ്ടാണ്? അക്ഷര വായനകൾ മാത്രം നടത്തിയത് കൊണ്ടാണ്. നോക്കൂ, ഹിജറ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആന്തരികമായ മൂല്യങ്ങളെ സ്വീകരിക്കലാണ്, അല്ലാഹുവിലേക്കുള്ള മടക്കം. ആ ഒരു ത്യാഗസന്നദ്ധത, ആ സമർപ്പണത്തിന്റെ സന്നദ്ധത, അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമല്ല. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട സമകാലിക സംഭവവികാസങ്ങളോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഹിജറ മുസ്ലിങ്ങൾക്കിടയിൽ ലോകത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തുള്ള ചില മൂല്യങ്ങളുണ്ട്. വംശീയതയെ പാടെ അവഗണിച്ചുകൊണ്ട്, വംശീയതയും വർഗീയതയും ദേശീയതയും ഒന്നുമല്ല നിങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിന്റെ മാനദണ്ഡം എന്ന് പഠിപ്പിച്ച പാഠമാണ് ഹിജറയും മദീനയിലെ അൻസ്വാരികളും. മുസ്ലിങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിന്റെ മാനദണ്ഡം വിശ്വാസമാണ്, വംശീയതയല്ല, വർഗീയതയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഭൗതികമായ താല്പര്യങ്ങളല്ല. അതുകൊണ്ടാണ് മദീനയിലെ മുഹാജിറുകൾക്ക് എല്ലാം പകുത്തു കൊടുക്കാൻ കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞ് അഭയാർത്ഥികളായി കടന്നു വന്നു എന്ന് പറയപ്പെടുന്ന പോലെ വന്ന ഈ ഖുറൈശികൾ, അഭയാർത്ഥികൾ ലോകത്തെല്ലായിടത്തും അഭയം നൽകിയവരെ പലപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട്. പക്ഷെ അഭയം നൽകിയവരുടെ വിശ്വാസത്തെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു മുഹാജിറുകൾ. അതുകൊണ്ട് ആ മുഹാജിറുകൾ, അൻസാരികൾ അവർക്ക് കൊടുത്തതൊക്കെ പിന്നീട് തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? നമ്മളുടെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന നിലവിലുള്ള അപകടമായിട്ടുള്ള യുദ്ധവർത്തമാനങ്ങൾ, അതിന്റെ പിന്നിൽ പലപ്പോഴും വംശീയമായ താല്പര്യങ്ങളാണ്, ദേശീയമായ താല്പര്യങ്ങളാണ്. അറബ് ലോകത്ത് അറബ് ദേശീയത, പേർഷ്യൻ ഭൂമിയിൽ പേർഷ്യൻ ദേശീയത. എല്ലാവർക്കും ദീൻ എന്ന ഒരു താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികൾക്ക് വാതിലുകൾ അടക്കപ്പെടുകയാണ് മുസ്ലിം രാജ്യങ്ങളിൽ. എന്തുകൊണ്ടാണ്? ദീൻ എന്ന അജണ്ടയ്ക്ക് പകരം വംശീയതയുടെയും വർഗീയതയുടെയും ദേശീയതയുടെയും താല്പര്യങ്ങൾ, ഭൗതിക താല്പര്യങ്ങൾ, സാമൂഹ്യ രാഷ്ട്ര സംബന്ധിയായ താല്പര്യങ്ങൾ മാത്രം മനുഷ്യരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹിജറ നമുക്ക് വലിയൊരു പാഠമാണ്. ദീനാണ് പ്രധാനം. വിധേയത്വങ്ങൾ അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിനുള്ള വിധേയത്വത്തിലൂടെയാണ് നമ്മുടെ സഹകരണത്തിന്റെ, സൗഹൃദത്തിന്റെ പാഠങ്ങളൊക്കെ പണിയേണ്ടത്. ആ പാഠങ്ങളെ പുതിയ കാലത്ത് സ്വീകരിച്ച് സമ്പൂർണമായ ആത്മസംസ്കരണത്തിലൂടെ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ സദ്യമങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ.